കുഞ്ഞുങ്ങൾക്ക് പനങ്കൽക്കണ്ട് കൊടുക്കുന്ന അമ്മമാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക. ഇപ്പൊ എല്ലാ പാരന്റ്സിനും അറിയാം പഞ്ചസാര കുട്ടികൾക്ക് അത്രയും നല്ലതല്ല എന്നുള്ളത്. പഞ്ചസാര ഉപയോഗിക്കേണ്ട എന്ന് വന്നപ്പോ അതിനിടയിലൂടെ പ്രചാരത്തിൽ വന്ന ഒരു കാര്യമാണ് പനങ്കൽക്കണ്ട്. പല അമ്മമാരും പറയുന്നത്, ഡോക്ടറെ ഞാൻ പഞ്ചസാര കൊടുക്കുന്നില്ലല്ലോ, പനങ്കൽക്കണ്ടല്ലേ കൊടുക്കുന്നത്, അത് ഹെൽത്തി അല്ലേ എന്നാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പഞ്ചസാരയും പനങ്കൽക്കണ്ടും ശർക്കരയും തമ്മിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഏതാണ്ട് ഒരേപോലെ തന്നെ കുട്ടികൾക്ക് ദോഷമാണ്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഈ മൂന്നിനെയും കൃത്യമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. പനങ്കൽക്കണ്ടിലും ശർക്കരയിലും ചെറിയ തോതിൽ ചില മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, എന്നാൽ ദോഷം മാത്രമേ ഉള്ളൂ താൻ. 2 വയസ്സ് വരെ കുട്ടിക്ക് ഒരു തരത്തിലുള്ള ആഡഡ് ഷുഗേഴ്സും, അതായത് നമ്മൾ പുറമേ നിന്ന് ചേർക്കുന്ന മധുരങ്ങൾ ഒന്നും തന്നെ വേണ്ട. അത് പഞ്ചസാരയായാലും പനങ്കൽക്കണ്ടായാലും ശർക്കര ആയാലും. ഇനി നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം. പഴങ്ങളിൽ പ്രകൃതിദത്തമായിട്ട് തന്നെ ഷുഗേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പനങ്കൽക്കണ്ടും പഞ്ചസാരയും ശർക്കരയും ഒക്കെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുത്താലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഓരോ കുട്ടിയും ജനിക്കുന്നത് തന്നെ മധുരത്തോട് ഇച്ചിരി ഒരു താല്പര്യത്തോടു കൂടി തന്നെയാണ്. കുട്ടി ജനിച്ച് ആദ്യത്തെ 1000 ദിവസങ്ങൾ നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനുള്ള ഭക്ഷണ താല്പര്യങ്ങൾ. ഇതിനെയാണ് ഫ്ലേവർ പ്രോഗ്രാമിംഗ് എന്ന് പറയുക. അപ്പൊ ആദ്യത്തെ 1000 ദിവസങ്ങൾ നിങ്ങൾ കുട്ടിക്ക് മധുരം ഒരുപാട് കൊടുക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ കുട്ടി ചിലപ്പോൾ മധുരത്തോട് ക്രേവിംഗ് ഉള്ള ആളായി മാറിത്തീരും. അപ്പൊ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണത്തോട് കുട്ടിക്ക് താല്പര്യം കുറയും. രണ്ടാമത്തെ പ്രശ്നം, കുട്ടിക്കാലത്ത് തന്നെ പൊണ്ണത്തടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഭാവിയിൽ പൊണ്ണത്തടിയോ ഡയബറ്റീസോ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ പ്രശ്നം, വളരെ ചെറുപ്പത്തിൽ തന്നെ പല്ലുകളെല്ലാം കേടായി പോവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. നാലാമത്തെ പ്രശ്നം, അയൺ ഡെഫിഷ്യൻസി പോലെയുള്ള പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 5, ഷുഗർ ഒരു അഡിക്ഷൻ ആയി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ദേഷ്യവും വാശിയൊക്കെ കുട്ടി കാണിക്കാറുണ്ട്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത ഈ 3 സാധനങ്ങളും നമുക്ക് മുമ്പുള്ളവർ കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മമാർക്കും അമ്മൂമ്മമാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.